പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയും ആകുന്നു. കർത്താവേ, ദയയും നിനക്കുള്ളത്. നീ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. സങ്കീർത്തനം 62, 1, 2, 12 വാക്യങ്ങൾ. കഠിനമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ഒറ്റപ്പെടുത്തലുകളും നമ്മെ ചൂഷണം ചെയ്യലും നാം ഉയർന്നു പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മെ തകർത്തു കളയുവാൻ ഒരുങ്ങുന്ന ദുഷ്ടരായ മനുഷ്യരും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതുപോലെ നടക്കുന്ന ദുഷ്ടഹൃദയരായ മനുഷ്യരും നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകാം. അത് ഡിഗ്രി വ്യത്യാസത്തിൽ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രം. അവിടെ വിരുദ്ധകൾ നമുക്ക് ആവശ്യമെന്ന് കൽപ്പിച്ച സ്വർഗീയനായ പിതാവിന്റെ മാറ്റമില്ലാത്ത വചനം നാം ഓർത്തിരിക്കുകയും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും പ്രശ്നങ്ങളുടെ ചുഴിയിൽപ്പെട്ട് കയ്യും കാലും അടിക്കാതെ ദൈവാത്മകൃപയോടെ പരിശുദ്ധാത്മാവിടെ നടത്തിപ്പോടെ തരണം ചെയ്യുവാൻ നാം പഠിച്ചിരിക്കണം. അവിടെയാണ് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും പ്രാണഹാനിയുടെയും മധ്യത്തിൽ ദൈവത്തെ നോക്കി മൗനമായിരിക്കും എന്ന് മഹാകവിയും ദൈവമനുഷ്യനും പ്രാർത്ഥനാ മനുഷ്യനുമായ ദാവീദിന്റെ സാക്ഷ്യം ശ്രദ്ധിക്കേണ്ടത്. ദാവീദിന് നേരിടേണ്ടി വരുന്ന അതികഠിനമായ പ്രശ്നങ്ങളായിരുന്നു. അവിടെ വേറൊരു ബലത്തിൽ ആശ്രയിക്കുന്നില്ല. ദൈവം മാത്രമാവുന്നു തനിക്ക് ആശ്വാസമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക് എന്ന പാട്ടിൽ മുറ്റി നിൽക്കുന്നത് ഇത് തന്നെയാണ്. എന്നാൽ നാം പാടുക മാത്രമല്ലേ ഉള്ളൂ. ജീവിതത്തിൽ എതിർപ്പുകളും പോരാട്ടങ്ങളും വരുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഇവിടെ സങ്കീർത്തകൻ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ ദൈവത്തെ നോക്കി മൗനമായിരിക്കും. അവനാണ് എൻ്റെ പാറയും വീണ്ടെടുപ്പുകാരനും ഉറപ്പുള്ള പാറയും സങ്കേതവും. പീഡനത്തിൽ ആശ്രയിക്കുകയോ കവർച്ചയിൽ മങ്ങിപ്പോവുകയോ സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നു. മനുഷ്യന്റെ ആയുസ്സിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പും നമുക്ക് നൽകുന്നുണ്ട്. പുത്രൻ തമ്പുരാനും ഇതുതന്നെ നമ്മോട് പറയുന്നുണ്ട്. ഉപമയിൽ നിനക്ക് ആവശ്യമുള്ളത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, തിന്നുകുടിച്ച് ആഴ്ന്നിക്കുക എന്ന് മനോഗതം പറഞ്ഞ ധനവാനോട് കർത്താവ് ചോദിക്കുന്നു, ഇന്ന് നിന്റെ ആത്മാവിനെ എടുത്താൽ നീ ഒരുക്കി വെച്ചത് ആർക്കായിരിക്കും? പലരും പലരെയും തകർക്കുന്നതിനെക്കുറിച്ചും നശിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒതുക്കുന്നതിനെക്കുറിച്ചും മറ്റുള്ളവരുടെ മനസ്സും നശിപ്പിക്കുന്നതിനെക്കുറിച്ചും വീമ്പിളക്കുന്നതും സ്വപ്നം കാണുന്നതും കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. അതിന് നിനക്ക് കഴിയുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? സർവശക്തനെന്ന് തൊട്ടാൽ ഞാനും നീയും ഒന്നുമല്ല. ആകയാൽ കഠിനമായ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും വ്യക്തിഹത്യകളുടെയും പേരിൽ നാം ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. നാം ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. അവൻ സർവത്തെയും പരിപാലിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമാകുന്നു. നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുകയും ചെയ്യാം. നമുക്ക് കുറവുകളും കുറ്റങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ആരോപണങ്ങളും വേദനപ്പെടുത്തലുകളും ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നു. ബലം നിനക്കുള്ളതെന്ന് ഒരിക്കൽ അരുളി ചെയ്തു. ഞങ്ങൾ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നുവെന്ന് ദാവീദിനോടൊപ്പം സമർപ്പണ ഹൃദയത്തോടെ നിന് മുമ്പാകെ ഈ പ്രഭാതമയത്ത് വന്നണഞ്ഞ് നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.